നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. മനുഷ്യരാലുള്ള മാനം സ്നേഹിച്ചവർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 43 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകാൻ ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടുപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ടാവുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിപ്രശ്നരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാർ കാണുക യെരുശലേമിൽ ധാരാളം അടയാളങ്ങൾ ചെയ്തു. യെരുശലേമിനടുത്താണ് ബെഥാന്യ. മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു. അതുപോലെ പറവിയിലെ കുരുടന് സൗഖ്യം നൽകി. തൻ്റെ അടുക്കൽ വന്നതും താൻ കണ്ടതുമായ രോഗികൾക്കൊക്കെ കർത്താവ് സൗഖ്യം നൽകി. എന്നാൽ ഇത്രയധികം അടയാളങ്ങൾ ചെയ്തിട്ടും ഇത് പ്രവചനപ്രകാരം ദൈവം മശിഹയായി വന്നതാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചതാണ്, ആ പ്രവചന നിവൃത്തിയാണ് എന്ന് തിരിച്ചറിയുവാൻ യഹൂദന്മാർക്ക് സാധിച്ചില്ല. അതും ബൈബിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 52-53 അധ്യായങ്ങളിൽ കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ കേട്ടാലും വിശ്വസിക്കുകയില്ല എന്നെഴുതിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവിനൊരു ദർശനമുണ്ടായി. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നത് അവൻ കേട്ടു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആരെ അയക്കേണ്ടു എന്നൊരു ചോദ്യം. യെശയ്യാവ് അടിയനിതാ എന്ന് മറുപടി പറഞ്ഞു. പക്ഷെ തൊട്ട് താഴെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് 6 എഴുതിയിരിക്കുന്നത്, അവർ കണ്ണുകൊണ്ട് കാണും പക്ഷെ ഗ്രഹിക്കുകയില്ല, അവര് ചെവി കൊണ്ട് കേൾക്കും, അവര് തിരിച്ചറിയുകയില്ല. ഞാൻ അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത കാതും നൽകും എന്നാണ്. ആ തേജസ്, യെശയ്യാവ് കണ്ട തേജസ് യേശുവിൻ്റെ തേജസ് ആയിരുന്നു എന്നാണ് ഇവിടെ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അന്ന് യെശയ്യാവിനോട് പറഞ്ഞ അതേ കാര്യം യേശു ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും അവര് എന്നെ വിശ്വസിക്കുകയില്ല, എന്നെ തിരിച്ചറിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ തിരിച്ചറിയാൻ ഇടയാകുന്നത് ഒരു മഹാഭാഗ്യമാണ്. അത് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുകയില്ല. അത് മതബോധനം കൊണ്ട്, മതഗുരുക്കന്മാരുടെ പരിശ്രമം കൊണ്ട് സാധിക്കുകയില്ല. അത് ഒരു വലിയ ഭാഗ്യമാണ്, കൃപയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മനുഷ്യഭാഗത്തുണ്ടായിരിക്കേണ്ട യോഗ്യത എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല. നമുക്ക് സത്യാന്വേഷണ ഒരു ത്വരയുണ്ടായിരിക്കണം. സത്യമെന്ന് ബോധ്യമായാൽ അംഗീകരിക്കാനുള്ള ഒരു ധൈര്യമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് മനുഷ്യനെ ഭയപ്പെടാതെ മനുഷ്യരാളുള്ള മാനത്തേക്കാൾ ദൈവത്താലുള്ള മാനത്തെ, നിത്യതയോർത്ത്, സ്വർഗമോർത്ത്, അനുഗ്രഹമോർത്ത്, ഭാവിയോർത്ത് അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം. യേശു അങ്ങനെ പറഞ്ഞല്ലോ, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും, യാചിക്കുന്നവന് ലഭിക്കും. ഈ യെരുശലേം പ്രദേശത്തെ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ചെറുപ്പം മുതലേ അവർ ന്യായപ്രമാണം കേൾക്കുന്നവരും അത് ഒരു പരിധിവരെ അനുസരിക്കുന്നു
എന്ന് ചിന്തിക്കുന്നവരുമാണ്. അതിനാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കെ വേറൊരാളുടെ ഒരു ഉപദേശമോ ഒന്നും അവർക്ക് ആവശ്യമില്ല. ആരെങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്നത് കണ്ടാൽ അത് ദൈവികമാണെന്ന് വിശ്വസിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്കില്ല. കാരണം ചിലപ്പോൾ പിശാചിൻ്റെ ശക്തിയാലും അത്ഭുതങ്ങൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് യേശു ചെയ്ത അടയാളങ്ങളെ ബൈബിളിലെ പഴയ നിയമവുമായിട്ട് ഒത്തുനോക്കി ദൈവം മനുഷ്യനാകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആണല്ലോ ഇത് എന്ന് ബോധ്യപ്പെടുവാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു മനസ്സ് അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ പല പ്രമാണികളും വിശ്വസിച്ചു യേശുവിനെ ഇത് ദൈവം മനുഷ്യനായതാണ്, മശീഹയാണ് എന്ന് ഒരു ബോധ്യം അവർക്കുണ്ടായി. അതാണ് വിശ്വാസം. അവിടെ വിശ്വാസം എന്ന് എഴുതിയിട്ടുള്ളത് വാസ്തവത്തിൽ രക്ഷയ്ക്കുള്ള വിശ്വാസമല്ല, അങ്ങനെയുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി. പക്ഷേ അവർ മനുഷ്യരെ ഭയപ്പെട്ടുകൊണ്ട് അത് ഏറ്റുപറയാൻ തയ്യാറായില്ല. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ അത് ഏറ്റുപറയണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. നമ്മളോട് വലിയ കാര്യങ്ങളൊന്നും ദൈവം ആവശ്യപ്പെടുന്നില്ല. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ നരകമേറ്റ് മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു അദൃശ്യനായി. യേശു അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ ദൈവത്വം തെളിയിച്ചു. മനുഷ്യന്റെ നരകശിക്ഷ, അതിവേദന, അത് കഠോരമായിരുന്നു. അതെല്ലാം യേശു നമുക്ക് വേണ്ടി സഹിച്ചു. യേശു ആവശ്യപ്പെടുന്നത് എന്നെ രക്ഷകനായി സ്വീകരിച്ച് അത് നിങ്ങൾ സമ്മതിക്കണം, അത് നിങ്ങൾ ഏറ്റുപറയണം, അത് നിങ്ങൾ മനുഷ്യരോട് അല്ലെങ്കിൽ സഭയോട് പറയണം. തുടർന്ന് ആ സഭ ഒരു പെരുമാറ്റച്ചട്ടം വേദപുസ്തകത്തിലുള്ളത് പുതിയ നിയമത്തിലുള്ളത് പഠിപ്പിക്കും. അതൊക്കെ അനുസരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പക്ഷേ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് യേശു പിതാവ് അയച്ച രക്ഷിതാവാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടാനോ ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാനോ തയ്യാറായില്ല. കാരണം ഉത്തുംഗമായ ഒരു ദേവാലയം അവർക്കുണ്ട്, പുരോഹിതന്മാരുണ്ട്, പിന്നെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സുഖവുമുണ്ട്. പിന്നെ ഇപ്പം എന്തിനാണ് അവർ ഈ യേശുവിനെ കൈക്കൊള്ളുന്നത് എന്ന് ചിന്തിച്ച് അവർ അത് ഏറ്റുപറയാതെ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഹതഭാഗ്യരായ ആളുകൾ വേറെയുണ്ടോ? യേശുവിനെ അറിഞ്ഞിട്ടും ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യനാകാനുള്ള ധൈര്യം ഇല്ലാതെ പോയതിനാൽ തീർച്ചയായിട്ടും അവർ നരകാവകാശികളാണ്, സംശയമില്ല. എൻ്റെ ശ്രോതാക്കൾ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് ദൈവജനത്തോടു കൂടെ കർത്താവിനെ ആരാധിക്കാനും അവൻ്റെ ശിഷ്യരാകാനും ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.